ഹലോ, ഇന്നത്തെ റെസിപ്പി വന്നിട്ട് കരിമീൻ കറി ആട്ടോ. കറിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കരിമീൻ നമ്മൾ ക്ലീൻ ചെയ്ത് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിക്കഴിഞ്ഞ് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു സവാള അരിഞ്ഞതും എരിവിന് ആവശ്യത്തിന് പച്ചമുളകും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ തക്കാളിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 2 എണ്ണം എടുക്കണം. തക്കാളി വാടി വന്നതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതൊന്ന് പാകമായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് എടുത്തിട്ടുള്ളത്. കൊടംപുളി ചേർക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പുളിക്കനുസരിച്ചുള്ള കൊടംപുളി എടുക്കുക. ഞാനിവിടെ 2 വലിയ കൊടംപുളി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. കൊടംപുളിയുടെ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഗ്രേവി ഒന്ന് പാകമാകാൻ ഞാൻ മൂടി വെച്ച് കൊടുക്കുകയാണ്. ഗ്രേവി പാകമായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച തേങ്ങയരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ ചിരകിയതാണ് അടിച്ചെടുത്തിട്ടുള്ളത്. തേങ്ങയരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. മീൻകറിക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. കറി നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് മീനിട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി കരിമീൻ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് കറി വെച്ച് നോക്ക്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. മീനെല്ലാം ഇട്ട് കഴിഞ്ഞ് ഇനി നമ്മൾ കറി ഒന്ന് മൂടി വെക്കാണ്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് പാകമായി കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും. ഇപ്പം നമ്മുടെ കറി തിളച്ച് ആവശ്യത്തിന് പറ്റി പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു താളിപ്പ് കൊടുക്കാം. താളിപ്പിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി റെസിപ്പിയാണ്. അപ്പം ഇനി പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബായ്.